അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. പൊട്ടറ്റോയും കോൺഫ്ലവറും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസ് പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് താഴെ അളവിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വളരെ കുറച്ച് മതി, ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, ഒരു കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, നല്ലതുപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഇപ്പോൾ നമുക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിനാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിന് റെഡിയാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിംഗറിൻ്റെ ഷേപ്പിന് നമുക്ക് കയ്യിൽ വെള്ളയിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഫിംഗർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. ഒരു വശമൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണിത്. ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ടാണ് ഉൾഭാഗം ഇരിക്കുന്നത്. അപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെയോ മൈനസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.